ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കണ്ടിട്ട് കുറച്ചധികം ദിവസങ്ങളായില്ലേ. അപ്പോഴേ നമുക്ക് ആ, വരാൻ പറ്റാഞ്ഞത്, നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോയി നമ്മുടെ ഗായത്രിയിലെ കുടുംബാംഗങ്ങളുമായിട്ട്. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കേഷനായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാടാമ്പുഴ ക്ഷേത്രത്തിൽ തൊഴാൻ പോകണമെന്നും അപ്പം കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടൊരു ചെറിയ ട്രിപ്പ് പോലൊന്ന് അറേഞ്ച് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ആ വണ്ടിയൊക്കെ ആയിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച 7-ാം തീയതി രാവിലെ ഇവിടുന്ന് 10:30 തിരിച്ചു. നേരെ ഇവിടുന്ന് ഞങ്ങൾ പോയത് മുന്നൂർ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ തൊഴുതിട്ട് അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. അവിടുന്ന് നേരെ കൊട്ടാരക്കര വഴി ഞങ്ങൾ പോയി മലപ്പുറത്താണ് കാടാമ്പുഴ ക്ഷേത്രം. അവിടുന്ന് പോയി ഇടയ്ക്ക് വഴിയിൽ വെച്ച് കോട്ടയമൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെന്നപ്പോഴത്തേന് അവിടെ ഒരു പമ്പിൽ കയറി ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ രാവിലത്തേക്കും ഉച്ചക്കലത്തെ രാത്രിത്തേക്കുമുള്ള ഭക്ഷണമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അവിടെ കയറി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് നേരെ വീണ്ടും യാത്ര തിരിച്ചു. കുറച്ച് അങ്ങ് ചെന്നപ്പോഴത്തേന് എല്ലാവരും വൈകിട്ട് ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെയായി. അങ്ങനെ ഒരു കടയിൽ കൊണ്ട് നിർത്തി ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ നിന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം ഒരു 9-9:15 ആയപ്പോഴത്തേന് ഞങ്ങൾ കാടാമ്പുഴ ചെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു സ്റ്റാഫിൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിയായിട്ട് വിളിച്ച് അവിടെ റൂമെല്ലാം ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. നേരെ ചെന്ന് റൂമിലേക്ക് കയറുക, അത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് നമ്മൾ റൂമെടുത്തു, എല്ലാവരും റൂമിൽ കയറി. അപ്പോൾ ഞങ്ങൾ രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, ഉറങ്ങിയിട്ട് രാവിലെ ഒരു 3:30 തന്നെ എണീറ്റു. അമ്പലവും നമ്മുടെ റൂമുമായിട്ട് വലിയ ദൂരമൊന്നുമില്ലായിരുന്നു, തൊട്ടടുത്ത് തന്നെയുള്ള റൂമാണ് നമുക്ക് കിട്ടിയത്. ഞങ്ങളൊരു 3:30 എണീറ്റു, എല്ലാവരും കുളിച്ച് ഫ്രഷായി 5 മണിക്ക് തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. നേരെ അമ്പലത്തിൽ ചെന്നു. അവിടെ കാടാമ്പുഴ ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ചയെന്ന് പറയുന്നത് മുട്ടറക്കൽ എന്ന് പറയും. മുട്ടറക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മുടെ വിഷമങ്ങൾ, ഇപ്പം നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ സങ്കടമുട്ട്, അല്ല നമുക്ക് എന്തെങ്കിലും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോഗ്യമുട്ട്, ദേഹമുട്ട്, പിന്നെ ഗൃഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഗൃഹമുട്ട്, അങ്ങനെ ഏതാണോ നമ്മുടെ വിഷമം, ആ വിഷമത്തിൻ്റെ അത് പറഞ്ഞ് മുട്ടറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് നാളും പറഞ്ഞ് നമ്മൾ റെസീറ്റ് എഴുതുമ്പോൾ നമുക്കൊരു നാളികേരം തരും. ആ നാളികേരം നമ്മുടെ നാളും പേരും പറഞ്ഞ് ആ ദോഷം ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ വിഷമം എന്താണോ അതും പറഞ്ഞിട്ട് ദേവിയുടെ മുന്നിൽ ആ തേങ്ങ ഇങ്ങനെ തിരുമേനി ഉടയ്ക്കുമ്പോൾ നമുക്ക് ആ തേങ്ങ 2 പീസും ഒരുപോലെ നല്ല രീതിയിൽ അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിലെന്തോ ചെറിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ദോഷമോ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് വീണ്ടും ആ തേങ്ങ മേടിച്ച് ഉടപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ് കാടാമ്പുഴ ദേവിക്കുള്ള ഏറ്റവും വലിയ നേർച്ചയെന്ന് പറയുന്നത്. അപ്പോഴ് അവിടുന്ന് തൊഴുത് കുറച്ച് സമയം അവിടെയൊക്കെ എല്ലായിടമൊക്കെ ഒന്ന് കണ്ട് അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് 7 മണിയാവാറായി. അപ്പോൾ 7 മണിക്ക് അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പിന്നെ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അവിടെ തന്നെ കയറി എല്ലാവരും ഭക്ഷണം കഴിച്ചു. വീണ്ടും നേരെ റൂമിൽ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി അവിടുന്ന് ഏതാണ്ട് 9 മണി 9-9:15 തന്നെ തിരിക്കുക പറ്റി. കാരണം എല്ലാവരും ഒരുങ്ങിയൊക്കെ നിന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റി. ഇറങ്ങി നേരെ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഏതാണ്ട് ഒരു 10-10:15 ആയപ്പോഴത്തേന് നാവാമുകുന്ദ ക്ഷേത്രത്തിലെത്തി. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ കയറി എല്ലാവരും അവിടുത്തെ നേർച്ചകളൊക്കെ ചെയ്തു. അവിടെ നമ്മുടെ ശാസ്താവിന് എള്ളുകിഴി സമർപ്പിക്കുന്ന ഒരു നേർച്ചയുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്തു. അവിടെ ചെറിയൊരു ഉണ്ട്. ആറിൻ്റെ തീരത്തൊക്കെ പോയി നിന്ന് എല്ലാവർക്കും കണ്ടു, തൊഴുതു. അങ്ങനെ സന്തോഷമായിട്ട് അവിടെ എല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ഞങ്ങൾ തൃപ്പങ്കോട്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. അവിടുന്ന് നേരെ തൃപ്പങ്കോട്ട് മഹാദേവ ക്ഷേത്രത്തിൽ വന്നു. അവിടെയും എന്തായാലും അമ്പലമൊന്നും അടച്ചില്ല, ഞങ്ങൾക്ക് കയറി തൊടാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ മഹാദേവനെയും ദേവിയെയും അവിടെ കുറേ ഉപദേവതകളുടെയൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, അതെല്ലാം കണ്ട് തൊഴുതു. അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി, അതുമൊക്കെ വാങ്ങി അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ട് തൊഴുത് അവിടുന്ന് നേരെ ഹനുമാൻ കാവിലേക്ക് പോയി. അവിടുന്ന് നേരെ ഞങ്ങൾ ഹനുമാൻ കോവിലെത്തിയെങ്കിലും പക്ഷേ അവിടെ ഹനുമാൻ കാവിൽ ചെന്നപ്പോഴത്തേനും 11 മണിക്ക് അവിടെ ക്ഷേത്രം അടച്ചു. ഞങ്ങൾ 11:20 ആയി അവിടെ ചെന്നപ്പോഴത്തേന്. എങ്കിലും അകത്തൊക്കെ കയറി ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും ചുറ്റുമതിലിനകത്ത് കയറി അവിടെ എല്ലാം കണ്ടു. പക്ഷേ എങ്കിലും നമുക്ക് അവിടുത്തെ പ്രസാദം
കഴിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഞങ്ങൾ റിസീപ്റ്റ് ആക്കി കൊടുത്തപ്പോഴത്തേന് പ്രസാദം കിട്ടിയെടുത്ത് മെയിൻ പ്രസാദം എന്ന് പറയുന്നത് അവിൽ നനച്ചതാണ്. ആ അവിൽ നനച്ചത് എന്തുവായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ അവിടെ ഇച്ചിരി നേരമൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള യാത്രയിലായിരുന്നു. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിക്കാണും പലയിടത്തും വന്നപ്പോൾ. നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല, കാരണം എല്ലാവരും ഭക്ഷണം കൊണ്ടുപോയത് കൊണ്ട് ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. പക്ഷേ തിരിച്ച് വന്നപ്പോൾ പല ഹോട്ടലുകളും ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് 2-2:15 ഭക്ഷണം കഴിക്കാൻ സാധിച്ചത്. എന്തായാലും കുറച്ചിങ്ങ് വന്നപ്പോൾ നല്ലൊരു ഹോട്ടൽ കിട്ടി, അവിടെ കയറി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടുന്ന് 3 മണിയോടുകൂടി അവിടുന്ന് തിരിച്ചു. ഏകദേശം ഒരു 9:45 ഒരു 10 മണി കഴിഞ്ഞ് കാണും നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേന് എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് യാത്ര വളരെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല അവർക്ക് നല്ല എൻജോയ് ചെയ്താണ് യാത്രയ്ക്ക് വന്നത്. തിരിച്ചെത്തിയതും എല്ലാവരെയും അവരവരുടെ വീടുകളിൽ ആക്കി ഏതാണ്ട് അത്ര കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളും വീട്ടിൽ കയറി. വളരെ സന്തോഷകരമായിട്ട് ഉള്ളൊരു യാത്രയായിരുന്നു. നമുക്ക് കടാമ്പുഴ ക്ഷേത്രത്തിൽ നമ്മൾക്കും ഒരു നേർച്ച നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, 1-2 മുത്തറക്കൽ നേർച്ച പറഞ്ഞിരുന്നു. അതെല്ലാം സാധിക്കാൻ കഴിഞ്ഞു. എല്ലാ കയറിയ ക്ഷേത്രങ്ങളിലെല്ലാം നല്ല രീതിയിൽ തൊഴുത് വരാനും പറ്റി. പിന്നെ അതിലുപരി നമ്മുടെ ഗായത്രിയിലെ സ്റ്റാഫുകൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഒരു നല്ലൊരു യാത്ര പോകാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും അങ്ങേയറ്റം നന്ദിയും ദൈവത്തോട് പറയുന്നു. അപ്പം ബാക്കി ഇനിയുള്ള അടുത്ത എപ്പിസോഡിൽ. ബൈ.